ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പഴയ ബാഗിനൊരു മേക്ക് ഓവർ കൊടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ വർഷം കോളേജിൽ നമ്മൾ IEDCയുടെ ഒരു സമ്മിറ്റിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ബാഗാണ് കേട്ടോ. കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം കിട്ടിയതാണ്, 2023 കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ എഴുത്തൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്നുള്ളൊരു രീതിയിലിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാർക്കർ പെൻ ചെറുതായിട്ടൊന്ന് ലീക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറാണ് നിങ്ങളവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു യെല്ലോ കളറിലൊക്കെ കാണാനായിട്ട് പറ്റും. ചില ഭാഗങ്ങളിൽ അങ്ങനെ അഴുക്ക് പിടിച്ച പോലെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ മാർക്കർ ലീക്കായതായിരുന്നു. അപ്പോൾ ആകെ അത് വൃത്തികേടായിട്ടോ. അപ്പോൾ ആ ഒരു വൃത്തികേട് മാറ്റാനായിട്ട് പിന്നെ എഴുത്തുകുത്തു പണികളൊക്കെ മായ്ക്കാനായിട്ട് ഞാനൊരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പടമൊക്കെ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്തു. ഇതുപോലെ ഒന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആകെ കൺഫ്യൂഷനിലായിരുന്നു, ഈ എഴുത്തൊക്കെ മായ്ക്കണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വെച്ചാലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് എന്തോ അതിന് കുറച്ചുകൂടി ഭംഗിയാക്കണമെന്നും പിന്നെ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കണമെന്നും ഭയങ്കര ആഗ്രഹം. പിന്നെ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അതിൽ പണി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സൂര്യകാന്തിയുടെ പിക്ചറും പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ബട്ടർഫ്ലൈൻ്റെ പകുതി ഭാഗം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പിക്ചറാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു പടവും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഔട്ട്ലൈനൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ പെയിൻറ്റിങ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് പെയിൻ്റൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഇത് കട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ടുണ്ടാവും ഞാൻ കാര്യമായിട്ട് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അതെനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പല വീഡിയോയിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പണ്ടത്തെ പോലെ വീഡിയോസൊക്കെ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കണ കാണുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നും, കാരണം ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ കാരണം ഇതാണ്, ഇപ്പോഴും എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ ഫ്രീ ആയിട്ടില്ല. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ വീഡിയോസ് റെഗുലറായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്ന് വീഡിയോന് വേണ്ടിയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയാൽ എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ക്രാഫ്റ്റും ആർട്ടൊക്കെ ഒരുപാട് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റോ ആർട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവറിൻ്റെയും പിന്നെ പൂമ്പാറ്റയുടെയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പൂവിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ ഈ ഒരു പിക്ചർ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടം വരച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ എഴുത്ത് കുത്തുകളൊന്നും അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. പക്ഷേ എഴുത്തുകൾ മായ്ക്കാനായിട്ടല്ല, ഇപ്പോൾ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ സൈഡിൽ കുറച്ച് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തതാണ് കേട്ടോ. അതിന് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രേ ചെയ്തുള്ളൂ, ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.